ഇത്ര കമ്മിറ്റിയുടേതാണ്. അത് വരയ്ക്കൽ അമ്പലത്തിൻ്റെ ഒരു കുളം ഞങ്ങൾ നന്നാക്കി, 2 കുളം. അതാണ്, ഒന്ന് താമരക്കുളം, മറ്റൊന്ന് ഗരുഡൻകുളം. ആ 2 കുളങ്ങളും ഇപ്പം നല്ല തോട്ടവും മനോഹരമായ കുളങ്ങളായി മാറ്റിയിരിക്കുന്നു. പിന്നെ ഏത് കുളമാണ് മലിനമായിട്ട് കിടക്കുന്നു? ആ ക്ഷേത്രത്തിൻ്റെ ചേർന്ന് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഞങ്ങൾക്ക് കടന്ന് അത് വൃത്തിയാക്കാൻ അവർ സമ്മതിക്കില്ല. നിർബന്ധമായിട്ട് പറയണം, കോർപ്പറേഷന്റെ അധികാരം ഉപയോഗിച്ച് പറയണം, അങ്ങനെ മലിനമായിട്ട് ഇടാൻ ഒക്കില്ല, കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരെണ്ണമെന്ന്. ക്ഷേത്രത്തിന്റെ കുഴപ്പങ്ങളുണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് പോകേണ്ടത്. അങ്ങനെ മതങ്ങളെ അങ്ങ് തൊടാതെ വിട്ടാൽ വലിയ അപകടമാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത്. പിന്നെ സരോവരം ബയോ പാർക്കിനെ പറ്റി ഒന്ന് പറയാമോ? സരോവരം ബയോ പാർക്കിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു, ജനങ്ങളെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പിന്നെ പരിസ്ഥിതിക്ക് കോട്ടത്തിട്ടുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അത് കോർപ്പറേഷന്റെ ആണോ? അല്ല, സർക്കാരിന്റെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്തത്. സർക്കാർ കോർപ്പറേഷൻ അത് പാർക്കാക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ആ നിലയിൽ അത് പരിസ്ഥിതി പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ടാണ് സരോവരത്ത് ഇപ്പം നമ്മൾ 1ാം ഘട്ടം പൂർത്തീകരിച്ചത്. കണ്ടലൊന്നും ഒരു കുഴപ്പം, ഒരു ചെടിയുടെ ഇല പോലും വെട്ടിയിട്ടില്ല. അതിനരികിലുള്ള ഒരു മലിനജല ശുദ്ധീകരണ പ്ലാന്റിനെ പറ്റി ധാരാളം പരാതി വരാറുണ്ടല്ലേ? അത് ഒരു കോഴിക്കോട് നഗരത്തിലെ സ്വീവറേജ് പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ 5 SCT പ്രോജക്റ്റുകളായിട്ടാണ് ഞങ്ങളത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് വരുന്നത് സരോവരത്തിൻ്റെ അടുത്താണ്. നേരത്തെ നിശ്ചയിച്ചിരുന്നത് കോഴിക്കോട് നഗരത്തിലാകെ സെൻട്രലൈസ്ഡ് പ്ലാന്റ് ഇവിടെ വേണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി 5 വികസിക്കുകയും 1 മാത്രം, ഒരു 13 ഏക്കർ സ്ഥലം ഇതിനൊരു തൊട്ട് വേറൊരു സ്ഥലം എക്വയർ ചെയ്തുകൊണ്ട് അവിടെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. അപ്പം അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും മറ്റ് പരിസ്ഥിതി പ്രവർത്തകന്മാരും എല്ലാം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിന് ജനങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ അവിടെ സ്ഥലം മലീമസമാക്കാത്ത രീതിയിൽ അത് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള മലിനജലം ശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്യും? ശുചീകരിക്കുന്ന ജലം ഞങ്ങൾ അത് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന കനാലിലേക്ക് വിടാനാണ്. അത് സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ചെറിയ ആശങ്കകൾ ഉയർന്നു വന്നു. ശുചീകരിച്ച് കനാലിലേക്ക് വിട്ടാലും കനാൽ അശുദ്ധമാകുന്നുള്ള രീതിയിലേക്കുള്ള ചില ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ ഒന്നുകൂടി ചർച്ച ചെയ്തതിന് ശേഷം അത് കടലിലേക്ക് വിടണോ എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അന്തിമമായി തീരുമാനിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുവെന്ന് ഇടയ്ക്ക് അറിഞ്ഞു. ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ ശ്രദ്ധിക്കാറുണ്ടോ? മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി യോഗങ്ങളൊക്കെ ചേരാറുണ്ട്. അവിടെ കാര്യമായിട്ട് പ്രയാസങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട്. പണ്ടിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടോ? മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്, HDC ഉണ്ട്. 85-ൽ ഒരു 6 കിലോമീറ്റർ പെരുമഴ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി കോഴിക്കോട്ട് സമരം നടത്തി ജാഥ നയിച്ചത് ഓർക്കുന്നു. അപ്പോൾ അത്ര ഭീകരമായിരുന്നു അന്നത്തെ അവസ്ഥ. പിന്നീട് ഹൈക്കോടതിയിൽ പോയിട്ടൊക്കെയാണ് അതൊക്കെ മാറ്റം വരുത്തിയെന്ന് അറിയാമല്ലോ. അത്ര കഷ്ടമായിരുന്നു. ഈ പട്ടിയെ അടിച്ചു കൊല്ലില്ല എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ മനുഷ്യരോട് പെരുമാറിയിരുന്നതും അതിഭീകരമായ നീചമായ രീതിയിലായിരുന്നു. ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഒരുപാട് മാറ്റം വന്നത് തുറന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമം വന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു ആഫ്റ്റർ 150 years ഓഫ് ഐസൊലേഷൻ എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. വ്യത്യസ്തമായിട്ട് HDC മീറ്റിംഗ് എല്ലാ മാസവും കൃത്യമായി ചേരാറുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടോ? മോണിറ്ററിംഗ് കമ്മിറ്റി HDC കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. ഡിസ്ട്രിക്ട് ജഡ്ജി ഉണ്ട്. HDC കമ്മിറ്റി, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി. അതല്ല, ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ കീഴിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത് അവിടെ പ്രവർത്തിക്കുന്നു. ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടല്ലോ, ആ ഡെവലപ്മെന്റ് കമ്മിറ്റി എല്ലാ മാസവും ചേർന്ന് അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും പരാതികൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടന പ്രവർത്തകന്മാരെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ സൊസൈറ്റി. ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. ഇത് വളരെ അധികാരമുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്ന് ഹൈക്കോടതിയുടെ അന്നത്തെ കേസിലുള്ള നിർദ്ദേശമുണ്ട്. 3 മെൻ്റൽ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്. ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ കീഴിൽ അത് പ്രവർത്തിക്കണമെന്നുള്ള ഹൈക്കോടതി നിർദ്ദേശം അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഇല്ലെങ്കിലൊന്ന് അന്വേഷിക്കണം. പിന്നെ കെയർ ഹോം അവിടെ തുടങ്ങുന്നു. മാനസിക രോഗികൾക്ക് വേണ്ടി കെയർ ഹോം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ധാരാളം ഉണ്ടായിരിക്കുമല്ലോ, നഗരത്തിന് ആവശ്യമുള്ളത്രയും കാണുമല്ലോ. പക്ഷെ മറ്റു നഗരങ്ങളുടെ കൊച്ചിയിലൊക്കെ ഉള്ള അത്രയും ഉണ്ടാവും തോന്നില്ല. കൊച്ചിയിലോ തൃശ്ശൂരോ അത്രയും ഉണ്ടാവും തോന്നില്ല, അതിലും കുറവായിരിക്കും. പക്ഷെ അവിടെ ഒരു തിരക്കാണ്. അത് സാമൂഹ്യ പ്രശ്നമാണോ എന്നുള്ളതാണ്. മദ്യപാനം സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ട്, രാത്രിയിൽ നടക്കാമെന്നൊക്കെ ബഹുമാനപ്പെട്ട മേയർ പറയുന്നതുകൊണ്ട് പറഞ്ഞു ചോദിച്ചതാണ്. ഇത്രയധികം മദ്യപാനികളുള്ള ഒരു നഗരത്തിൽ സുരക്ഷിതമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം പോരാ. നടക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാലേ മനസ്സിലാവും. നിവൃത്തിയുണ്ട് ആരും സന്ധ്യയ്ക്ക് ശേഷം തരത്തിലുള്ള പരാതികളൊന്നും വന്നിട്ടില്ല. പരാതിയൊന്നും വരില്ല സർ. സഹിക്കും. അതാണ് നമ്മുടെ പെണ്ണുങ്ങളുടെയും നാട്ടുകാരുടെയും രീതി.
നമുക്കപ്പം ഇനി കോഴിക്കോട് കോർപ്പറേഷന്റെ മാർക്സ് അറിയാമല്ലേ കടമാശ? 15-ൽ 12. 15-ൽ 12. 10-ൽ 7.5. 10-ൽ 7. 10-ൽ 7.5. കോഴിക്കോട് കോർപ്പറേഷന് 60-ൽ 46 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോടിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് KKD സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നാഗരികത അതിന്റെ ശരിയായ അർത്ഥത്തിൽ നോക്കിയാൽ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലല്ല, അവ സ്വമനസാലെ കരുതിക്കൂട്ടി പരിമിതപ്പെടുത്തുന്നതിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നു, സേവനത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിവ. സുസ്ഥിര വികസന മാതൃകകൾ തേടിയുള്ള യാത്രയിൽ ഗാന്ധിയൻ ചിന്തകൾക്കുള്ള പ്രസക്തി ഏറെയാണ്. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.